എല്ലാവർക്കും നമസ്കാരം. കേരള ചരിത്രം പ്രാചീന മധ്യകാലീന എന്ന പുസ്തകത്തിലെ 4ാമത്തെ ബ്ലോക്കിലെ 3ാമത്തെ യൂണിറ്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കേരളത്തിൻ്റെ ചികിത്സാ പാരമ്പര്യം. കേരളം പണ്ടുകാലം മുതൽക്കേയുള്ള ചികിത്സാ പാരമ്പര്യവും കാര്യങ്ങളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം, അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ആയുർവേദം തന്നെയാണ്. ആയുർവേദം ശരിക്കും ഋഗ്വേദത്തിൻ്റെ ഒരു ഉപവേദമാണ് ആയുർവേദം. ഋഗ്വേദത്തിൻ്റെ ഉപവേദമാണ് ആയുർവേദം. അത് ബുദ്ധ-ജൈന മതക്കാരാണ് കേരളത്തിൽ പ്രചാരത്തിൽ കൊണ്ടുവന്നത് എന്നാണ് കണക്കാക്കുന്നത്. കേരളത്തിലൊരു 5ാം നൂറ്റാണ്ടോട് കൂടിയിട്ടൊക്കെ തന്നെ, ACE 5ാം നൂറ്റാണ്ടോട് കൂടി തന്നെ ഈ ആയുർവേദത്തിന് നല്ല പ്രചാരവും ആയുർവേദം ചികിത്സാ രീതിയായിട്ട് തുടരുന്നൊരു സ്ഥിതിയും ഉണ്ടായിരുന്നായിട്ട് കണക്കാക്കുന്നുണ്ട്. ഇതിൽ പ്രധാനമായിട്ടും പിന്നീട് നമ്പൂതിരിമാരും ഈഴവ വിഭാഗത്തിൽപ്പെടുന്നവരും ഇതിലെ പ്രാവീണ്യം നേടുന്ന ആൾക്കാരായിട്ട് വരികയാണ് ചെയ്യുന്നത്. നമ്പൂതിരിമാരും ഈഴവരും. ഇതിൽ ഈഴവ വിഭാഗത്തിൽ ജാതീയത നിലനിൽക്കുന്ന സമയത്തും ഈഴവ വിഭാഗത്തിൽപ്പെടുന്ന ഈ ആയുർവേദ ചികിത്സാ രീതി നടത്തുന്നവർക്ക് അയിത്തം ഉണ്ടായിരുന്നില്ല എന്നുള്ള കണക്കുകളും ഉണ്ടായിരുന്നു. ദെൻ ഈ നമ്പൂതിരിമാർ, ഇത്തരത്തിൽ ആയുർവേദ ചികിത്സാ രീതികൾ ചെയ്യുന്ന നമ്പൂതിരിമാരെ മൂസന്മാർ എന്ന് കൂട്ടിച്ചേർത്തിട്ടാണ് പറയുക. മൂസന്മാർ എന്ന് പറയുകയാണ് ചെയ്യുക. കുട്ടഞ്ചേരി, തൃശ്ശൂർ, തൈക്കാട്, ദെൻ എളയടത്ത്, തൈക്കാട്, ചിരട്ടമൺ, വയസ്കര, വെള്ളോട് തുടങ്ങിയ ഇല്ലങ്ങളിലെ വൈദ്യന്മാരാണ് ഈ മൂസന്മാരിൽ പ്രധാനികളായിട്ട് ഉള്ളത്. ഇവരിൽ മിക്കവാറും പരമ്പരാഗതമായിട്ട് ആയുർവേദ ചികിത്സ ചെയ്യുന്നവർ, അല്ലെങ്കിൽ ആയുർവേദ ചികിത്സയ്ക്ക് പാരമ്പര്യമുള്ളവരാണ് ഇവരെന്ന്, ഈ ഇല്ലങ്ങളിലുള്ളവരെന്ന് കണക്കാക്കുന്നുണ്ട്. ഇനി ഈഴവരിടയ്ക്ക് ഈ ആയുർവേദ ചികിത്സാരീതി നടത്തുന്നവർക്ക് അയിത്തം ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. ദെൻ ഡച്ചുകാരുടെ ഒരു കൃതിയാണ് ഹോർത്തൂസ് മലബാറിക്കാസ്. ഈ ഹോർത്തൂസ് മലബാറിക്കാസ് ശരിക്കും കേരളത്തിലെ ആയുർവേദ ചികിത്സാ രീതിയെ കുറിച്ചെല്ലാം പ്രതിപാദിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. ഡച്ചുകാർ ഇറക്കിയിട്ടുള്ള ഹോർത്തൂസ് മലബാറിക്കസ്. ഇതിനു വേണ്ടിയിട്ടുള്ള സഹായം ചെയ്യുന്നത് ഇട്ടി അച്യുതൻ ഈഴവ വൈദ്യന്മാരിൽപ്പെട്ട ഒരാളാണെന്നാണ് പറയുന്നത്. ഇട്ടി അച്യുതൻ എന്ന് പറയുന്ന ഈഴവ വൈദ്യന്മാരിൽപ്പെട്ട ഒരാളാണെന്നാണ് പറയുന്നത്. ദെൻ ആയുർവേദം ചികിത്സാ രീതി ഫോളോ ചെയ്യുന്ന മറ്റു വിഭാഗമാണ് വേലൻ, കണിയാൻ തുടങ്ങിയ ജാതിക്കാരുടെയിലും ഇത്തരത്തിൽ ആയുർവേദം കൊണ്ടു നടക്കുന്നവർ ഉണ്ട്. ദെൻ ആയുർവേദവുമായി ബന്ധപ്പെട്ടിട്ട് പ്രധാനപ്പെട്ട കൃതികൾ, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കൃതികളിൽ ഒന്നാണ്, ആദ്യകാലങ്ങളിലുള്ള കൃതികളാണ് എന്താണ് പറയുക, ചരക സംഹിതയും സുശ്രുത സംഹിതയും. ചരകന്റെ ചരക സംഹിതയും സുശ്രുതന്റെ സുശ്രുത സംഹിതയും പ്രധാനപ്പെട്ട 2 സംഹിതകളാണ്. ദെൻ അഷ്ടാംഗ ഹൃദയം. ഇവയൊക്കെയാണ് പ്രധാനപ്പെട്ട ആയുർവേദ ഗ്രന്ഥങ്ങളായിട്ട് പറയുന്നത്. ഇനി ഇതിലെ ഈ അഷ്ടാംഗ ഹൃദയത്തിനെ ആസ്പദമാക്കിയിട്ട് ചില കൃതികളെല്ലാം വരുന്നുണ്ട് കേരളത്തിലും. അഷ്ടാംഗ ഹൃദയത്തിനെ മുൻനിർത്തിക്കൊണ്ട് കേരളത്തിൽ വന്നിട്ടുള്ള ചില കൃതികളിൽ പുലാമന്തോൾ മൂസദിന്റെ ചികിത്സാ മഞ്ജരി, ആലത്തൂർ പരമേശ്വരൻ നമ്പൂതിരിയുടെ വാക്യപ്രദീപിക, ദെൻ കൈക്കുളങ്ങര രാമവാര്യരുടെ സാരാർത്ഥ ദർപ്പണം, ദെൻ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ തന്നെ ഭാവപ്രകാശം, ദെൻ മറ്റൊരു ആളാണ് ഭാസ്കരം എന്ന് പറയുന്ന കൃതി, പോർട്ട് കണ്ണന്റെ ഭാസ്കരം, ദെൻ ഗോവിന്ദൻ വൈദ്യരുടെ അരുണോദയം തുടങ്ങിയവയൊക്കെ അഷ്ടാംഗ ഹൃദയത്തെ മുൻനിർത്തിയിട്ടുള്ള കേരളത്തിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കൃതികളാണ്. ദെൻ മറ്റ് കോട്ടയ്ക്കൽ വൈദ്യശാലയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വന്നിട്ടുള്ളതാണ് വൈദ്യരത്നം PS വാര്യർ രചിച്ചിട്ടുള്ള അഷ്ടാംഗ ശരീരം, അതുപോലെ തന്നെ ബൃഹത് ശരീരം, രണ്ടും PS വാര്യരും രചിച്ചിട്ടുള്ള ഗ്രന്ഥമാണ്. ദെൻ തൈക്കാട്ട് നാരായണൻ മൂസദിന്റെ സിന്ദൂരമഞ്ചരി, കൈക്കുളങ്ങര രാമവാര്യരുടെ ആരോഗ്യ ദ്രുമം, പിന്നെ കൃഷ്ണവൈദ്യരുടെ ഔഷധ നിഘണ്ടു, ചോലയിൽ KM വൈദ്യര്, കാണിപ്പയ്യൂര് തുടങ്ങിയവയൊക്കെയും ഈ ആയുർവേദവുമായി ബന്ധപ്പെട്ടിട്ടുള്ള
കൃതികൾ രചിച്ചിട്ടുള്ളവരാണ്. ദെൻ കുഷ്ഠം, പ്രമേഹം, വിഷചികിത്സയുമായി ബന്ധപ്പെട്ടിട്ട് ബാലചികിത്സ, കണ്ണു ചികിത്സ, ക്ഷയം തുടങ്ങിയ വിവിധ വിഭാഗങ്ങൾ ഈ ആയുർവേദവുമായി ബന്ധപ്പെട്ടിട്ട് നടക്കുന്നുണ്ട്. ആയുർവേദം ഇതിനൊക്കെയുള്ള ചികിത്സാ രീതികൾ പറയുന്നുണ്ട് എന്നാണ് കരുതുന്നത്. ഈ ആയുർവേദത്തിൽ കൂടുതൽ എന്താണ് ഉപയോഗിക്കുന്നത്? പച്ചമരുന്നുകളാണല്ലേ ഉപയോഗിക്കുന്നത്. ഔഷധ സസ്യങ്ങളെ മരുന്നുകളാക്കിയിട്ട് നമ്മുടെ ഉള്ളിലേക്ക് എത്തിച്ചുകൊണ്ട് രോഗം മാറ്റുക എന്നതാണ് ഇതിന്റെ ചികിത്സാ രീതി എന്ന് പറയുന്നത്. ഇനി ആയുർവേദ ഗുളികകൾ, ആയുർവേദ മരുന്നുകൾ എന്ന് പറയുമ്പോൾ പല രീതിയിൽ അറിയപ്പെടുന്നു. ഗുളികകളായിട്ടുണ്ട്, പിന്നെന്താ പറയാ, കഷായം, അരിഷ്ടം, അങ്ങനെ പല പല രൂപങ്ങളിൽ നമുക്കത് ലഭിക്കുന്നുണ്ടല്ലേ. അപ്പോൾ അതിൽ ഓരോന്നിനെ ഒരിതാണ് സ്വരസം, സ്വരസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചമരുന്നിന്റെ നീര് പിഴിഞ്ഞെടുത്തിട്ടുള്ള സത്തിനെയാണ് നമ്മൾ സ്വരസം എന്ന് പറയുന്നത്. ദെൻ ഈ പച്ചമരുന്ന് അരച്ചിട്ട് അതിനൊരു ഉരുളകളാക്കി എടുക്കുന്നതിനെ കൽക്കം എന്ന് പറയുന്നു. പച്ചമരുന്ന് അരച്ച് ഉരുളകളാക്കി എടുത്ത് കഴിക്കുന്നതിനെ കൽക്കം എന്ന് പറയുന്നു. ദെൻ ഈ അരച്ചുരുട്ടിയിട്ടുള്ള, അതായത് കൽക്കമാക്കിയിട്ടുള്ള പച്ചമരുന്നുണ്ടല്ലോ, അരച്ച് ഉരുട്ടിയെടുക്കുന്ന പച്ചമരുന്നിനെ വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുന്നതിന് ഗുളിക എന്ന് പറയുന്നു. ദെൻ പിന്നെയാണ് കഷായം, സ്വരസം, അതുപോലെ തന്നെ കൽക്കം, ഇതിൻ്റെയൊക്കെ കുറുക്കിയെടുത്തിട്ടാണ് ലേഹ്യം ഉണ്ടാക്കുന്നത്. ഇത്തരം സത്തുക്കളെയൊക്കെ കുറുക്കിയെടുത്തിട്ട് ലേഹ്യം ഉണ്ടാക്കുന്നു. ഇത്തരത്തിൽ വിവിധങ്ങളായിട്ടാണ് പച്ചമരുന്നുകൾ നിർമ്മിക്കുന്നത്. ദെൻ ഈ ഔഷധ കൂട്ടുകൾ കൊണ്ട് ചെയ്യുന്ന ചില ചികിത്സാ രീതികളുടെ പേരുകൾ എന്തൊക്കെയാണ് നോക്കാം. പഞ്ചകർമ്മ ചികിത്സ, ധാര, പിഴിച്ചില്, ധാന്യക്കിഴി, ഞവരിക്കിഴി, ഉഴിച്ചില്, ശിരോവസ്തി, അങ്ങനെയൊക്കെയുള്ള കുറെ ചികിത്സാ രീതികളാണുള്ളത്. ഈ ആയുർവേദവുമായി ബന്ധപ്പെട്ട് ഇന്നും നമ്മൾ വീടുകളിൽ ഇപ്പോഴും നല്ലോണം ഉള്ള ഒരു ആചാരങ്ങളാണ്, അല്ലെങ്കിൽ എപ്പോഴും തുടർന്നുകൊണ്ട് പോകുന്ന ഒരു ആചാരമാണ് പ്രസവവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതൊക്കെ അല്ലെ. പ്രസവവുമായി ബന്ധപ്പെട്ട് പ്രസവത്തിന് ശേഷം വേദക്കുളി, അതുപോലെ തന്നെ അതിങ്ങനെ കിടക്കുന്ന രീതികൾ, ഇതൊക്കെ അന്നത്തെ ആയുർവേദവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു രീതികളാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അത് ഏറ്റവും കൂടുതൽ ഇപ്പോഴും ചെയ്യുന്നത് പ്രസവവുമായി ബന്ധപ്പെട്ടിട്ടാന്ന് പറയാം. കഷായം, അരിഷ്ടമൊക്കെ കുടിപ്പിക്കുന്ന രീതികൾ, അതൊക്കെ ഉള്ളത്. ഇനി ഈ ഇതിൽ തന്നെ വിഷചികിത്സ ഒരു പ്രധാനപ്പെട്ട ശാഖയായിട്ട് ആയുർവേദത്തിൽ വന്നിട്ടുണ്ട്. അതായത് പാമ്പിന്റെ ദംശന ഏറ്റു കഴിഞ്ഞാൽ നടത്തുന്ന ചികിത്സാ രീതിയാണ് വിഷചികിത്സ എന്ന് പറയുന്നത്. ഈ വിഷചികിത്സയ്ക്ക് വേണ്ടി തന്നെ ചില പാരമ്പര്യമായിട്ടുള്ള പാരമ്പര്യ വൈദ്യന്മാരും ഉള്ളതായിട്ട് കണക്കാക്കുന്നുണ്ട്. ഇനി അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കോക്കര, പാമ്പുമേക്കാട്, കാരാട്ട് തുടങ്ങിയ ഇല്ലങ്ങളിലെ ചികിത്സാ രീതികളാണ് പാരമ്പര്യ വിഷവൈദ്യന്മാരായിട്ട് കണക്കാക്കുന്നത്. ദെൻ ഇതിനു പുറമെ ആനയുടെ ചികിത്സാ രീതിയാണ് അസ്ത്യായുർവേദം എന്ന് പറയുന്ന ആനകളുടെ ചികിത്സാ രീതിയാണ്. സസ്യങ്ങളെ പരിപാലിക്കുന്ന രീതി വൃക്ഷായുർവേദവും നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ആയുർവേദത്തിലെ വിവിധങ്ങളായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. ദെൻ അടുത്തതാണ് നാടോടി വൈദ്യം. ഈ നാടോടി വൈദ്യം എന്ന് പറഞ്ഞാല് വളരെ എളുപ്പത്തിൽ ഒരു അസുഖം വന്നാൽ നമ്മൾ ഒരു പ്രഥമമായിട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് നാടോടി വൈദ്യത്തിൽ പെടുന്നത്. ഒരു പ്രാഥമിക ചികിത്സ എന്ന രീതിയിലാണ് നാടോടി വൈദ്യം പലപ്പോഴും ചെയ്യുന്നത്. നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന വൈദ്യമാർഗം കൂടിയാണ് നാടോടി വൈദ്യത്തിലെ കാര്യങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ, നമുക്ക് വയറുവേദന വരുമ്പോൾ അല്ലെങ്കിൽ ഗ്യാസിന്റെ എന്തെങ്കിലും വയറുവേദന വരുമ്പോൾ ഇഞ്ചിയുടെ നീര് കുടിക്കും അല്ലെ. അതുപോലെ തന്നെ വെളുത്തുള്ളിയുടെ നീര് കഴിക്കുക, ഇഞ്ചി നീര്, വെളുത്തുള്ളി നീര്, ഇതൊക്കെ നമ്മൾ വയറുവേദന വരുമ്പോൾ കഴിക്കും അല്ലെ. അതൊരു ചികിത്സാ, അതാണ് ഈ നാട്ടുവൈദ്യത്തിലെ ഒരു രീതി എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള രീതികളാണ് പ്രധാനമായിട്ടും ഈ നാട്ടുവൈദ്യത്തിൽ വരുന്നത്, ഈ നാടോടി വൈദ്യത്തിൽ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പണ്ടൊക്കെ നമ്മുടെ വീട്ടിൽ മുതിർന്ന ആൾക്കാർ പറയുന്നേക്കാം, മരുന്ന് കഴിക്കുമ്പോൾ കിഴക്കോട്ട് തിരിഞ്ഞിന്ന് മരുന്ന് കഴിക്കണം എന്ന് പറയും. അത് പറയുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്, കിഴക്കോട്ട് തിരിഞ്ഞിന്ന് വേണം മരുന്ന് കഴിക്കുക എന്നുള്ളത്. അത് ശരിക്കും നാടോടി വൈദ്യത്തിന്റെ ഭാഗമായിട്ട് പ്രചാരത്തിൽ വന്നൊരു കാര്യമാണ്. പക്ഷെ നമ്മളോട് പറയും ഇംഗ്ലീഷ് മരുന്ന് കഴിക്കുമ്പോഴായിരിക്കും കിഴക്കോട്ട് തിരിഞ്ഞ് നിന്നിട്ട് കഴിക്കണം എന്ന് പറയാം. അങ്ങനത്തെ ഒരു രീതിയാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ട് വരുന്നത്, എല്ലാം കൂടെ മിക്സഡ് ആക്കിയിട്ടുള്ള ഒരു രീതി. ദെൻ പിന്നെന്താണ്, നമ്മൾ എന്തെങ്കിലും കടിച്ച പഴുതാരൊക്കെ അല്ലേ, പഴുതാര അങ്ങനത്തെ ജീവികളൊക്കെ കടിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ചുണ്ണാമ്പ് തേക്കാൻ പറയും. അങ്ങനത്തെ രീതികളൊക്കെ ഇതിൽ ഉണ്ട്. അങ്ങനത്തെ ഒരുപാട് നാട്ടറിവുകൾ ശരിക്കും പറഞ്ഞാൽ വാമൊഴിയിലൂടെ പകർന്നു തന്ന അറിവുകൾ കേട്ടിട്ടുള്ള
ചികിത്സാ രീതികളാണ് നാട്ടുവൈദ്യത്തിൽ നമ്മൾ പരീക്ഷിക്കാറുള്ളത്. ഡോക്ടറുടെ ആവശ്യമില്ല, ഇതിൽ ഒരു വൈദ്യന്റെ ആവശ്യമില്ലാത്ത വൈദ്യരീതികളാണ് നാട്ടുവൈദ്യത്തിൽ ഉള്ളത്. അതാ പറഞ്ഞത്, ഒരു അസുഖം വന്നിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ അസുഖങ്ങൾക്ക് നമ്മൾ പെട്ടെന്ന് ചെയ്യുന്ന ചികിത്സാ രീതികൾ നമുക്ക് നാട്ടുവൈദ്യത്തിന്റെ കീഴിൽ പെടുത്താവുന്നതാണ്. നമ്മൾ ദൈനംദിനം ചെയ്യുന്ന പല കാര്യങ്ങളും ഈ നാട്ടുവൈദ്യത്തിന്റെ ഇതിൽ പെടുത്താൻ പറ്റുന്ന കാര്യങ്ങളാണ് കേട്ടോ. നമ്മൾ തന്നെ ആലോചിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടും. നമ്മൾ ദിവസേന ചെയ്യുന്ന കുറേ കാര്യങ്ങൾ ഇത്തരത്തിൽ പലരും പറഞ്ഞു തന്നിട്ട് പറഞ്ഞു കേട്ട അറിവുകളുടെ ഇതിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ സത്യം തെറ്റൊന്നും നമ്മൾ നോക്കുന്നൊന്നുമില്ല, പക്ഷെ നമ്മൾ അങ്ങനെ പറഞ്ഞു കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്നുണ്ട്. ചിലതൊന്നും നമ്മൾ ചെയ്തിട്ടൊരു കാര്യം ഉണ്ടാവില്ല, എന്നാലും നമ്മൾ ചെയ്യും. ഇതിൽ നമുക്ക് ഇപ്പോഴും നമ്മൾ എന്താ പറയുക, നിലത്ത് ചമ്രം പടിഞ്ഞിരുന്ന് ഭക്ഷണം കഴിക്കുന്ന പറയും അല്ലേ, അങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിക്കണം എന്ന് പറയും. ശരിക്കും നമ്മളിപ്പോൾ ചെയറും ഇതൊക്കെ വന്നതിന് ശേഷം ഒക്കെ അങ്ങനെ തന്നെയാണ്. പണ്ട് ചെയറൊന്നും ഇല്ലാത്തതുകൊണ്ട് നിലത്തിരിക്കുകയാണ്. നിലത്തിരിക്കുമ്പോൾ കുറച്ചും കൂടി സുഖമായിട്ട് ഇരിക്കാൻ പറ്റി ചമ്രം പടിഞ്ഞിട്ടാണ്. ഈ ചമ്രം പടിഞ്ഞിരിക്കാൻ പറ്റാത്തവർ അങ്ങനെ അല്ലാതെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നവരുണ്ടാവില്ലേ. അപ്പോൾ ഞാൻ ചമ്രം പടിഞ്ഞിരുന്ന് ഭക്ഷണം കഴിച്ചാൽ മിതമായിട്ട് രീതിയിൽ നമുക്ക് ആഹാരം കഴിക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയുക. മിതമായ ആഹാര രീതിക്ക് ചമ്രം പടിഞ്ഞ് നിലത്ത് ചമ്രം പടിഞ്ഞിരുന്ന് കഴിക്കണം എന്നാണ് പറയുക. അത് ശരിയാ തോന്നുന്നുണ്ട് കേട്ടോ. നമ്മൾ ചമ്രം പടിഞ്ഞ് നിലത്തിരുന്നാലേ നമ്മളിങ്ങനെ കുഞ്ഞിരുന്ന് കഴിക്കണമല്ലോ ഭക്ഷണം, നിലത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് പാടാം. കുറേ നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ ഇൻട്രസ്റ്റ് പോകും. ടേബിളിൽ നിന്ന് സുഖമായിട്ടിരുന്ന് കഴിക്കണ പോലെ അത്ര പോളിങ് കിട്ടില്ല എന്ന് പറയും. അങ്ങനെയൊക്കെ ഓരോ രീതികൾ, അതിനാണ് നമ്മൾ നാടോടി വൈദ്യം എന്ന് പറയുന്നത്. ഇനി മറ്റൊന്നാണ് സിദ്ധവൈദ്യം. സിദ്ധവൈദ്യം എന്ന് പറഞ്ഞാൽ സിദ്ധവൈദ്യം തുടങ്ങുന്നത് തേരയ്യർ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൽ നിന്നാണ്. തേരയ്യരാണ് സിദ്ധവൈദ്യത്തിന്റെ പ്രധാനികൾ. പിന്നെ മഹാദേവനിൽ നിന്ന് കിട്ടിയ അറിവ് വെച്ചിട്ട് പാർവതി, നന്ദികേശ്വരൻ, ധന്വന്തിരി, അഗസ്ത്യൻ, പുലസ്ത്യൻ, തേരയ്യർ എന്നിവരുടെ രീതികളിൽ നിന്നാണ് ഈ സിദ്ധവൈദ്യം രൂപപ്പെട്ടു വന്നത്. ആരൊക്കെയാണ്? പാർവതി, നന്ദികേശ്വരൻ, ധന്വന്തിരി, അഗസ്ത്യൻ, പുലസ്ത്യൻ, തേരയ്യർ. ഇവരിലൂടെയാണ് ഇത് വികസിച്ചതാണ് സിദ്ധവൈദ്യം. മഹാദേവനിൽ നിന്ന് ഉത്ഭവിച്ചിട്ടുള്ള ആൾക്കാരിൽ നിന്ന് വന്നതാണ് സിദ്ധവൈദ്യം. അതില് ഈ അവസാനം പറഞ്ഞ തേരയ്യരുണ്ടല്ലോ, ഈ തേരയ്യരിൽ നിന്ന് വിദ്യാഭ്യാസം നേടിയിട്ടുള്ള 18 സിദ്ധന്മാരുണ്ട്. ഈ 18 സിദ്ധന്മാരാണ് സിദ്ധവൈദ്യം ഇവിടെ പ്രാബല്യത്തിൽ കൊണ്ടുവന്നത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇവരെ ചിന്താമണി എന്നും ഇതിന് പേരുണ്ട്. സിദ്ധവൈദ്യത്തിന് ചിന്താമണി എന്ന പേരുമുണ്ട്. ഇതിന്റെ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളായിട്ട് അഗസ്ത്യര് രചിച്ചിട്ടുള്ള വൈദ്യശതകവും ഗുരുനാടിയും പറയുന്നുണ്ട്. അഗസ്ത്യര് 1200 ഈ വൈദ്യശതകവും ഗുരുനാടിയും രചിക്കുന്നത്. അതുപോലെ തന്നെ മറ്റ് അടിസ്ഥാന ഗ്രന്ഥങ്ങളാണ് രാമാനന്ദ സ്വാമികളുടെ സിദ്ധവൈദ്യ പ്രവേശിക, സ്വാമികളുടെ സിദ്ധവൈദ്യ പ്രവേശിക. ദെൻ ഇതൊക്കെ അതിന്റെ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളും കാര്യങ്ങളാണ്. ഇതും ആയുർവേദത്തെ പോലെ തന്നെ പിത്തം, കഫം, വാദം, പിത്തം, കഫം ഈ 3 കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ചികിത്സയാണ് സിദ്ധവൈദ്യം എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ നിയന്ത്രിച്ചു നിർത്തുന്ന അല്ലെങ്കിൽ ശരീരത്തിലുള്ള 3 ഘടകങ്ങളാണ് വാദം, പിത്തം, കഫം. ഇതിന്റെ ഏറ്റക്കുറച്ചിലുകളാണ് രോഗത്തിന് കാരണമെന്നാണ് ഇതിലൂടെ നമ്മൾ കണക്കാക്കുന്നത്. ഇത് തന്നെയാണ് ആയുർവേദത്തിന്റെയും ബേസിക്സ് എന്ന് പറയുന്നത്. ഈ സിദ്ധവൈദ്യത്തിന് പ്രധാനമായിട്ടും സ്വർണം, വെള്ളി, ഇരുമ്പ്, ചെമ്പ് അങ്ങനെയുള്ള ലോഹങ്ങളുണ്ടല്ലോ, മെറ്റൽസ്, ഈ ലോഹങ്ങൾ മരുന്നായിട്ട് ഉപയോഗിക്കുന്ന രീതിയിൽ ലോഹങ്ങൾ അരച്ചിട്ട് മരുന്നായിട്ട് ഉപയോഗിക്കും. അതുപോലെ തന്നെ രസം, ഗന്ധകം തുടങ്ങിയ ധാതുക്കൾ, ഉപ്പ് തുടങ്ങിയവയെല്ലാം ചേർത്തുകൊണ്ടുള്ള ഒരു ഔഷധ രീതിയാണ് ഇവർ ഈ സിദ്ധവൈദ്യത്തിൽ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതാണ് അന്ന് കാലത്തുണ്ടായിരുന്ന പ്രധാനപ്പെട്ട വൈദ്യങ്ങൾ പറഞ്ഞു. ആയുർവേദം പറഞ്ഞു, നാട്ടുവൈദ്യം പറഞ്ഞു, സിദ്ധവൈദ്യം പറഞ്ഞു. പിന്നെ ഒന്നാണ് കളരി. കളരിയുമായി ബന്ധപ്പെട്ടിട്ട് കളരി വൈദ്യവും രൂപപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിന് മുമ്പ് കളരി എന്തായിരുന്നു? കളരി എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ തനത് പ്രാചീന ആയോധന കലയാണ് കളരി എന്ന് പറയുന്നത്. കേരളത്തിൻ്റെതായിട്ടുള്ള ആയോധന കലയാണ് കളരി. ഈ ചേരചോള ആക്രമണമൊക്കെ ഉണ്ടായ കാലഘട്ടത്തിലാണ് ഈ കളരിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത് കേരളത്തിൽ. പിന്നെ അതുപോലെ തന്നെ ജന്മിത്ത കാലഘട്ടത്തിൽ ജന്മിത്ത വ്യവസ്ഥിതി തുടങ്ങിയപ്പോൾ 2 നാടുകൾ തമ്മിലുള്ള തർക്കങ്ങൾ അല്ലെങ്കിൽ 2 കുടുംബക്കാർ തമ്മിലുള്ള തർക്കങ്ങൾ ഇതൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് കളരിപ്പയറ്റ് നടത്തുമായിരുന്നു. ഈ കളരിപ്പയറ്റിന്റെ അവസാനത്തിൽ ഒരു ആള് മറ്റൊരാളെ കൊല്ലും. അതോടുകൂടിയിട്ട് വിജയിനെ തിരഞ്ഞെടുക്കുകയും അങ്ങനെ ആ കളരിപ്പയറ്റിൽ വിജയിച്ച ടീം എന്താവും, ആ ടീമിന്റെ ആൾക്കാർക്ക് വിജയം. അങ്ങനെയാണ് അതിന് ഈ കളരി
കളരിക്ക് വേണ്ടിയിട്ട് പണമൊക്കെ കൊടുക്കും. കളരിപ്പയറ്റിന് വേണ്ടിയിട്ട് ആദ്യം ഈ കളരിപ്പയറ്റിൻ്റെ ആൾക്കാർക്ക് പണമൊക്കെ കൊടുത്തിട്ടാണ് ഈ എന്താ പറയുക കൊണ്ടുവരികയൊക്കെ ചെയ്യുക. അപ്പോൾ പണമിടപാടിലൂടെയാണ് കളരിപ്പയറ്റിലെ യോദ്ധാക്കളെ കൊണ്ടുവരികയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ വടക്കൻ വീരഗാഥയൊക്കെ കണ്ടാൽ അറിയാൻ പറ്റും. ഒരു വടക്കൻ വീരഗാഥയിലൊക്കെ അത് കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് വരുന്നത്. അതിന് മുമ്പ് കുറേ സിനിമകളുണ്ട് കേട്ടോ. ഞാൻ പെട്ടെന്ന് നമ്മൾ കുറച്ചും കൂടെ കണ്ടിരിക്കാൻ സാധ്യതയുള്ളൊരു പടം എന്നാണ് എനിക്ക് പറഞ്ഞത്. അപ്പം അന്ന് കാലഘട്ടത്തിൽ ഒരു ജന്മി സമ്പ്രദായത്തിന്റെ കാലം എന്ന് പറയുമ്പോൾ 9-ാം നൂറ്റാണ്ട് 10-11 നൂറ്റാണ്ടുകളിലൊക്കെ കളരിപ്പയറ്റ് ആണും പെണ്ണും വ്യത്യാസമില്ലാതെ തന്നെ എല്ലാവരും കളരിപ്പയറ്റ് നടത്തിയിരുന്നു. നമുക്ക് ഉണ്ണിയാർച്ച, സ്ത്രീകളിൽ അറിയപ്പെടുന്ന ഒരാളാണ് ഉണ്ണിയാർച്ച അല്ലെ. ഉണ്ണിയാർച്ച അന്ന് പുരുഷന്മാരെ പല കളരിപ്പയറ്റ് അഭ്യാസികളായ പുരുഷന്മാരെക്കാളും മികച്ച രീതിയിൽ കളരിപ്പയറ്റ് നടത്തിയിരുന്ന സ്ത്രീയായിട്ടാണ് അറിയപ്പെട്ടിട്ടുള്ളത്. പിന്നെ ഈ കളരിപ്പയറ്റിന് ഏറ്റവും കൂടുതൽ വേണ്ടത് മെയ്വഴക്കമാണ്. മെയ്വഴക്കം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കളരിപ്പയറ്റിന്. ഈ മെയ്വഴക്കുമായി ബന്ധപ്പെട്ടിട്ടാണ് പല നൃത്ത കലാരൂപങ്ങളും പിന്നീട് ഉണ്ടായതെന്നുള്ള വാദങ്ങളെല്ലാം വരുന്നുണ്ട് കളരിപ്പയറ്റിൽ നിന്ന്. പിന്നെ ഈ കളരിപ്പയറ്റിനെ കുറിച്ചുള്ള തെളിവുകൾ അകന്നാനൂറിലും പുറംനാനൂറിലും സംഘകാല കൃതികളായിട്ടുള്ള അകന്നാനൂറിലും പുറംനാനൂറിലും കളരിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. അപ്പൊ അത്രയും കാലം പഴക്കമുണ്ട് കേരളത്തിലെ കളരിപ്പയറ്റിനെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി കളരിപ്പയറ്റിന്റെ ആ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ അങ്കത്തട്ടല്ല, ഇലങ്കങ്ങൾ എന്നാണ് അറിയപ്പെടുക. ഇലങ്കങ്ങൾ എന്നുകൂടി ഈ കളരി അഭ്യസിക്കുന്ന കളരി തന്നെയാണ് പറയുക. കളരിപ്പയറ്റ് അഭ്യസിക്കുന്ന സ്ഥലത്തിന് കളരി എന്നാണ് പറയുക. ഈ കളരികൾക്ക് ദീർഘചതുരാകൃതിയിലാണ് കളരികൾ അധികം ഉണ്ടാവുക. ദീർഘചതുരാകൃതിയിൽ അതിനൊരു കണക്ക് എന്ന് പറഞ്ഞാൽ നീളത്തിന്റെ പകുതി ആയിരിക്കണം വീതി എന്ന് പറയുന്നത്. അങ്ങനെ ഒരു കണക്കിലാണ് ഈ കളരികൾ നിർമ്മിച്ചിട്ടുണ്ടാവുക. പിന്നെ ഭൂമി കുഴിച്ച് അതിൻ്റെ അടിയിൽ ഭൂമി കുഴിച്ച് നിർമ്മിക്കുന്ന കുഴിക്കളരികളുണ്ട്. അത് കൂടുതൽ വടക്കൻ കേരളത്തിലാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഈ ഇലങ്കങ്ങൾ എന്ന പേരായിട്ടുള്ള കളരികളെ ഇലങ്കങ്ങൾ എന്ന് പറയുക കൂടുതലും തെക്കൻ കേരളത്തിലുമാണ്. പിന്നെ നമ്മൾ പറഞ്ഞു കളരിയുടെ ഒരു നീളത്തിന്റെ പകുതി ആയിരിക്കണം വീതി എന്നതിലാണ് കളരി സ്ഥാപിക്കുന്നത് പറഞ്ഞല്ലേ. ഇനി കളരിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറെ ആരാധനകളുണ്ട്. കളരി പരദേവത, നമ്മൾ കളരി പരദേവതകളെയൊക്കെ പിടിച്ച് സത്യം ചെയ്ത് നാഗത്തറ, അതൊക്കെ ഉള്ളതാണ്. കളരി പരദേവത, നാഗത്തറ, ഗണപതിയെ പൂജിക്കാൻ വേണ്ടി ഗണപതി തറ, പിന്നെന്താണ് നമ്മുടെ ഗുരുക്കന്മാരെ ഇതാക്കാൻ വേണ്ടി ഗുരുത്തറ, അങ്ങനത്തെ ഒരുപാട് തറകൾ ഈ കളരിയുമായി ബന്ധപ്പെട്ടിട്ട് ഇവര് പൂജിക്കുന്ന സ്ഥലങ്ങളാണ്. ഇതൊക്കെ ഈ കളരിയുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ആരാധനാ കേന്ദ്രങ്ങളാണ്. ഇതിലൊക്കെ എന്താ പറയുക പോയിട്ട് അനുഗ്രഹം മേടിച്ചിട്ട് കളരി അംഗത്തിന് ഇവർ പോവുകയുള്ളൂ. ദെൻ കളരിയിൽ തന്നെ പല കളരികളുണ്ട്. വെട്ടുകളരി, പയറ്റുകളരി, ചാട്ടക്കളരി, ഓട്ടക്കളരി, പറക്കളരി, അങ്ങനെ പല രീതിയിലുള്ള കളരികളും ഉണ്ട്. ഇനി കളരിക്ക് വേണ്ടിയിട്ട് തുണി കെട്ടുന്ന രീതി നമ്മൾ സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള അറിവുണ്ടാവും. പിന്നെ ചിത്രങ്ങളിലൊക്കെ ഉണ്ടാവുള്ളൂ അല്ലെ. കച്ച കെട്ടുക എന്നാണ് ഇതിനെ പറയുക. കച്ച എന്നാണ് ആ തുണീനെ പറയുക. കച്ച കെട്ടുക എന്നാണ് കളരിക്ക് പോകുമ്പോൾ ഇവര് ഒരുങ്ങി ഇറങ്ങുന്നതിനെ കച്ച കെട്ടുക എന്നാണ് പറയുക. ഇതിനെ കട്ടിത്തുണിയാണ് ഉപയോഗിക്കുക. ഒരു കട്ടിത്തരം തുണിയാണ് ഉപയോഗിക്കുക. അതൊരു പ്രത്യേക രീതിയിൽ കാലിന്റെ ഇടയിൽ കൂടെ അങ്ങനെ എടുത്തിട്ട് വെക്കുന്ന ഒരു രീതിയിലാണ് ഇവരിത് കെട്ടുക. കച്ച എന്ന് പറയുന്നു. പിന്നെ ഈ ചുവടുകൾ നിയന്ത്രിക്കുന്നതിനെ വായ്ത്താരി കളരിപ്പയറ്റ് അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. കളരിപ്പയറ്റിന്റെ വായ്ത്താരികൾ എന്ന് പറയുന്നത് ചുവട് ഉറപ്പിച്ച് പഠിക്കുന്ന രീതിയാണ് അത് പറയുന്നത്. ദെൻ കളരിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ആയുധങ്ങൾ എന്ന് പറയുന്നത് കുറുവടി, നെടുവടി, കുന്തം, വാള്, ഉറുമി, വടിവാള്, അരവാള്, കഠാര, പരിച മുതലായവയൊക്കെയും എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്, കളരിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ആയുധങ്ങളായിട്ടാണ് പറയുന്നത്. ദെൻ കളരിപ്പയറ്റ് ഇന്നൊരു പ്രദർശന കലയാണെങ്കിൽ പണ്ട് കാലങ്ങളിൽ അതെന്താണ് വിജയികളെ നിർണ്ണയിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട എന്താ പറയുക മത്സരമായിരുന്നു കളരിപ്പയറ്റ് എന്ന് പറയുന്നത്. ഇനി കളരിപ്പയറ്റിന് പ്രധാനമായിട്ടും 4 പ്രധാന വഴികളുണ്ട്. അതായത് 4 ഇതിലൂടെയാണ് കളരിപ്പയറ്റ് പഠിച്ചു വരിക. ഏറ്റവും ആദ്യത്തേതാണ് മെയ്പ്പയറ്റ് അഥവാ മെയ്ത്താരി എന്നറിയപ്പെടും. മെയ്പ്പയറ്റ് അഥവാ മെയ്ത്താരി. രണ്ടാമതായിട്ട് വടിപ്പയറ്റ് അഥവാ കോൽത്താരി. വടിപ്പയറ്റ് അഥവാ കോൽത്താരി. മൂന്നാമതായിട്ട് വാൾപ്പയറ്റ് അഥവാ അങ്കത്താരി. നാലാമതായിട്ട് വെറുംകൈ പ്രയോഗം. അങ്ങനെ 4 പ്രയോഗങ്ങൾ അല്ലെങ്കിൽ 4 രീതികളാണ് കളരിപ്പയറ്റിന്റെ ആയോധനവുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ളത്. ഏതൊക്കെയാണ്? മെയ്ത്താരി, കോൽത്താരി, അങ്കത്താരി, വെറുംകൈ പ്രയോഗം. അതിൽ ആദ്യം പറഞ്ഞിട്ടുള്ള മെയ്ത്താരി അഥവാ മെയ്പ്പയറ്റ് കളരിയുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒന്നാണ്. എന്താണ്? മെയ്വഴക്കം എന്ന് പറയുന്നത് അല്ലെ. അപ്പോൾ ഈ മെയ്വഴക്കം ഉണ്ടാക്കിയെടുക്കുന്നതിനാണ് മെയ്ത്താരി എന്ന് പറയുന്നത്. അതിന് ഏറ്റവും പ്രധാനമായിട്ട് എന്നും എണ്ണ തേച്ച് തിരുമ്മി കുളിക്കണം. എണ്ണ തേച്ച് ശരീരം മൊത്തം എണ്ണ തേച്ച് തിരുമ്മി കുളിക്കുന്ന രീതിയാണ്. അപ്പൊ അങ്ങനെ നമ്മുടെ ഞരമ്പുകൾക്കും
അതുപോലെ തന്നെ എന്താ ഞരമ്പ്, എല്ല്, സന്ധികളൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ എന്ത് കഴിക്കും, രക്തോട്ടം ഉണ്ടാവും ശരീരത്തിൽ എപ്പോഴും. അതെപ്പോഴും നമുക്കൊരു പ്രസരിപ്പ് ഉണ്ടാവാനും നമ്മുടെ മെയ് എപ്പോഴും വഴങ്ങി കിട്ടാനും സഹായിക്കുന്നത്. അപ്പം മെയ്ത്താരി, മെയ് അഭ്യാസത്തിനാണ് ആദ്യത്തത്. ദെൻ രണ്ടാമത് പറഞ്ഞത് എന്താണ്, കോൽത്താരി അഥവാ വടിപ്പയറ്റ്. കോൽത്താരി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വടികൾ ഉപയോഗിച്ചുകൊണ്ട് കളരി അഭ്യസിച്ച് തുടങ്ങുന്നതാണ് കോൽത്താരി എന്ന് പറയുന്നത്. നീളം കൂടിയ വടികള്, ചെറിയ വടികൾ, ഒടിപ്പയറ്റ്, വടിപ്പയറ്റ്, മുച്ചാൻ പയറ്റ്, കെട്ടുകാരി പയറ്റ്, ഇതൊക്കെയും ഈ കോൽത്താരികളിലുള്ള പയറ്റ് രീതികളാണ്. ദെൻ കുറച്ചും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ വരുന്ന ഒന്നാണ് അങ്കത്താരി എന്ന് പറയുന്നത്. അങ്കത്താരി എന്ന വാൾപ്പയറ്റാണ്. വാള്, ഉറുമി, പരിച, കുന്തം, കടാര ഇതൊക്കെ ഉപയോഗിച്ചിട്ടുള്ള പരിശീലനമാണ് അങ്കത്താരി അഥവാ വാൾപ്പയറ്റിൽ വരുന്നത്. ഏറ്റവും അവസാനം പറഞ്ഞത് എന്താണ്, വെറും കൈ പ്രയോഗമാണ്. ഇത്രയും പരിശീലനങ്ങളുടെ കടന്നു പോയി കഴിഞ്ഞാൽ നമ്മുടെ കൈകൾ കൊണ്ട് തന്നെ എതിരാളികളെ നേരിടാനുള്ള കരുത്ത് കിട്ടും. അത് നേടുന്നതോട് കൂടിയിട്ടാണ് എന്താ പറയാ, ഈ കളരി അഭ്യസിക്കുന്ന ആൾക്കാർ, കളരി അഭ്യാസികൾ എന്താവുക, അവരൊരു തികഞ്ഞ ആൾക്കാരായിട്ട് അവർക്ക് തന്നെ തോന്നുക. ഇങ്ങനെ ഈ അവസാനം പറഞ്ഞ വെറുകൈ പ്രയോഗവും കൂടെ അഭ്യസിച്ചിട്ടുള്ള കളരിയുടെ ആൾക്കാരാണ് പിന്നീട് മാമാങ്കത്തിനൊക്കെ ഭയങ്കര ധൈര്യത്തോടു കൂടെ പോയിട്ടുള്ളത്. കാരണം എന്താന്ന് വെച്ചാൽ അവർക്ക് പിന്നെ പേടിയില്ല എന്നാണ് പറയുന്നത്, എല്ലാത്തിനോടും ധൈര്യം വരികയാണെന്ന് പറയുന്നത്. അങ്ങനെയാണ് മാമാങ്കത്തിനൊക്കെ ഇത്രയധികം ചാവേറുകൾ കേരളത്തിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇങ്ങനെയാണ് കളരിയുടെ ഒരു രീതി എന്ന് പറയുന്നത്. ഈ കളരിയാണ്, അപ്പൊ ഈ കളരിയിൽ നമ്മൾ പറയും മെയ്വഴക്കം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ചവിട്ടി തിരുമ്പലും ഒഴിച്ചിലും ഒക്കെ ഉണ്ടെന്ന്. ഇത് പിന്നീട് എന്തായി മാറിയിട്ടുണ്ട്, ഒരു കളരിയുടെ തന്നെ ഒരു വൈദ്യമായിട്ട്, കളരി വൈദ്യമായിട്ട് തന്നെ കളരി വൈദ്യശാലകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആദ്യമൊക്കെ ഈ കളരിയിൽ പരിക്ക് പറ്റുമ്പോൾ അവർക്ക് ചവിട്ടി തിരുമ്പൊക്കെ ചെയ്യേണ്ടി വരില്ലേ, കളരി അഭ്യസിക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പരിക്കുകൾ പറ്റും. അപ്പം അത് നേരെയാക്കാൻ വേണ്ടിയിട്ടാണ് ഞാടി ഞരമ്പുകളൊക്കെ ശരിയാക്കാൻ വേണ്ടിയിട്ട് ഉഴിച്ചിലും ഇങ്ങനെ ഒടിച്ചെടുക്കലും അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം മർമ്മ ചികിത്സ അത് പ്രധാനപ്പെട്ടാണ്. ഈ കളരി അഭ്യസിക്കുന്നവർക്ക് മർമ്മങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം എന്നാണ് പറയുന്നത്. എതിരാളിയെ വീഴ്ത്താൻ വേണ്ടിയിട്ട് മർമ്മങ്ങൾ അറിഞ്ഞിരിക്കണം എന്നൊക്കെ, ചൂണ്ടാണി മർമ്മം എന്നൊക്കെ പറയും. അങ്ങനെ കുറെ മർമ്മ വിദ്യകൾ അറിഞ്ഞിരിക്കണം. അപ്പം മർമ്മങ്ങൾ, നമ്മുടെ ശരീരത്തിലെ പ്രധാനപ്പെട്ട മർമ്മങ്ങൾ, നാഡീ ഞരമ്പുകൾ, അങ്ങനെ ശരീരത്തെക്കുറിച്ച് മൊത്തം ധാരണ ഉണ്ടായിരിക്കണം ഈ കളരി അഭ്യസിക്കുന്നവർക്ക്. അതുകൊണ്ട് തന്നെ അതിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ നേരെയാക്കാൻ, ഒടിവ് ചതവുകളെല്ലാം നേരെയാക്കാൻ ഇവർക്ക് അറിഞ്ഞിരിക്കണം. അങ്ങനെയാണ് കളരി എന്ന് പറയുന്നത് ഒരു എന്തായി മാറുന്നത്, ഒരു ചികിത്സയ്ക്ക് വേണ്ടിയുള്ള സ്ഥലം കൂടിയായിട്ട് മാറുന്നുണ്ട്. അങ്ങനെ കളരി പരമ്പരാഗത ചികിത്സാ രീതിയുടെ ഭാഗമായിട്ടും വരുന്നുണ്ട്. മർമ്മ ചികിത്സ, അതുപോലെ തന്നെ രഹസ്യ സ്വഭാവമുള്ള പല ചികിത്സകളും ഇവര് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ് കളരികൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതും കളരി ഒരു ചികിത്സയുടെ ഭാഗമായിട്ട് മാറി. ഇത്രയാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഈ യൂണിറ്റിൽ നമ്മുടെ കേരളത്തിലെ ആയുർവേദം, സിദ്ധവൈദ്യം, നാട്ടുവൈദ്യം, കളരി തുടങ്ങിയിട്ടുള്ള ചികിത്സാ രീതികളെയും ആയോധന രീതികളെയും കുറിച്ചാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. താങ്ക്